വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വോയിസ് കേട്ടു. എൻ്റെ പിതാവ് മർഹൂം അലി മൗലവി സാഹിബ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ വളരെ ശക്തമായി പ്രസംഗിച്ചും ഖണ്ഡന പ്രസംഗങ്ങൾ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടവണ്ണയിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തന്നെ വളരെ കുറവായിരുന്നു. മറ്റുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ വക ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണേറ്, നാപ്പോര്, അതുപോലെ ഒടിയന്, ഗുളികന്, കുട്ടിപ്പാപ്പ, കുട്ടിച്ചാത്തന് മുതലായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ, ജിന്ന് കൂടലും ഇറക്കലും എല്ലാം അയൽപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ചില സ്ത്രീകളുടെ മനസ്സുകളിലും അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പിതാവ് മർഹൂം അലി മൗലവി അതിനെതിരെല്ലാം വളരെ ശക്തമായി വാദിച്ചു വന്നിരുന്ന ഒരാളായിരുന്നു. പ്രസംഗങ്ങളിലും പ്രസംഗങ്ങളിലുമെല്ലാം വാപ്പ അത് എടുത്തു പറഞ്ഞിരുന്നു. വാപ്പാൻ്റെ പേരിൽ പച്ചക്കളവ് പറയുകയാണ് അതിനെ അനുകൂലിച്ച് സംസാരിച്ച് എന്നുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് തനി കളവാണ്. ഒരിക്കലും അത് വിശ്വസിക്കരുത്. പക്ഷേ രേഖകളൊന്നും കാണിച്ചു തരാൻ എൻ്റെ കയ്യിലില്ല. അന്ന് അതൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു. പൊതുവെ എഴുതി വെക്കുക എന്നുള്ള സ്വഭാവം വാപ്പാക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊന്നും കയ്യിലില്ല. കാണിച്ചു തരാൻ എഴുത്ത് രേഖ കാണിച്ചു തരാനില്ല എന്നുള്ളത് വലിയൊരു വിഷമമായിപ്പോയി. എനിക്കറിയാം എൻ്റെ കുട്ടിക്കാലത്തും മറ്റും വാപ്പാൻ്റെ സംസാരവും പ്രസംഗങ്ങളുമെല്ലാം ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായിരുന്നു. ഉമ്മയും മറ്റും എപ്പോഴെങ്കിലും ഇത്തരം അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വാപ്പ വളരെ ശക്തമായിട്ട് അതിനെ വീട്ടിൽ വെച്ച് തന്നെ എതിർത്ത് പറയാറുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ പിതാവിൻ്റെ പേരിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത്. മരിച്ചുപോയ എൻ്റെ പിതാവ് ഒരിക്കലും അത് പുറത്തു തരികയില്ല എന്നുള്ളത് വളരെ വിനീതമായൊരു അപേക്ഷ നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.